രാജ്യം കാത്തിരുന്ന ആ നിമിഷം ഒടുവിൽ എത്തിയിരിക്കുന്നു. 5 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിലൂടെ ഇന്ത്യൻ സിനിമയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം സമ്മാനിക്കപ്പെട്ടു. രാഷ്ട്രപതി ഭവനിലെ ഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുരസ്കാരം സമ്മാനിച്ചത്. മലയാളികൾക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്. പത്മ പുരസ്കാര വിതരണത്തിന്റെ 2ാം ഘട്ട ചടങ്ങാണ് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. അച്ചടക്കത്തോടെയും നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയും വേദിയിലേക്ക് നീങ്ങുന്ന മമ്മൂട്ടിയെ ലോകം മുഴുവൻ ആകാംക്ഷയോടെയാണ് കണ്ടത്. തന്റെ ഊഴമെത്തിയപ്പോൾ വേദിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് മുൻനിരയിലിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ ആദരവോടെ അഭിവാദ്യം ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം രാഷ്ട്രപതിയുടെ അടുത്തെത്തിയത്. ഇന്ത്യൻ സിനിമയ്ക്കുള്ള അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾക്കുള്ള അംഗീകാരമായി ആ പത്മഭൂഷൺ പുരസ്കാരം മാറുകയായിരുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങിയതിന് തൊട്ടു പിന്നാലെ മമ്മൂട്ടിയും കുടുംബവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. ഈ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ഇന്ന് നേരത്തെ നടന്ന പത്മ ചടങ്ങിന് ശേഷം ശ്രദ്ധേയ നടൻ മമ്മൂട്ടിയെയും കുടുംബത്തെയും കണ്ടു എന്ന് കുറിച്ചുകൊണ്ടാണ് മോദി ചിത്രങ്ങൾ പുറത്തുവിട്ടത്. മമ്മൂട്ടിക്കൊപ്പം പത്നി സുൽഫത്ത്, മകൾ സുറുമി, മകൻ ദുൽഖർ സൽമാൻ, മരുമകൾ അമാൻ സൂഫിയ എന്നിവരും സന്ദർശനത്തിൽ പങ്കുചേർന്നു. താരകുടുംബത്തോടൊപ്പമുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ ആരാധകർ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി കഴിഞ്ഞു. ഈ വർഷത്തെ പത്മ പുരസ്കാരം വിതരണത്തിന്റെ 2ാം ഘട്ടം കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം അതീവ സന്തോഷത്തിന്റെയായിരുന്നു. മലയാളികളായ 5 പേരാണ് ഒരേ ദിവസം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത് എന്നത് ശ്രദ്ധേയമാണ്. RSS സൈദ്ധാന്തികൻ പി നാരായണൻ, പ്രമുഖ നിയമജ്ഞൻ ജസ്റ്റിസ് KT തോമസ് എന്നിവർ രാജ്യത്തെ 2ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതി പത്മവിഭൂഷൺ ഏറ്റുവാങ്ങി. സാമൂഹിക പ്രവർത്തന രംഗത്ത് മികവിന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ബഹുമതി ഏറ്റുവാങ്ങി. കൂടാതെ നൃത്താധ്യാപിക കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരവും സ്വീകരിച്ചു. ഇവർ എല്ലാവരും ചേർന്ന് കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ കരുത്ത് വീണ്ടും ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. പല തലമുറകൾക്ക് പ്രചോദനമായ മമ്മൂട്ടിയുടെ ഈ നേട്ടം കലയെയും സിനിമയും സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അഭിമാനിക്കാം. 5 പതിറ്റാണ്ടുകൾ കൊണ്ട് അദ്ദേഹം മലയാള സിനിമാ ലോകത്ത് കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിന്റെ തിളക്കമാർന്ന അംഗീകാരമാണ് ഈ പത്മഭൂഷൺ. കുടുംബസമേതം പത്മ പുരസ്കാരം ഏറ്റുവാങ്ങിയ താരത്തിന്റെ ചിത്രങ്ങൾ വരും തലമുറയ്ക്കും ഒരു വലിയ ഓർമ്മയായിരിക്കും. മലയാളത്തിന്റെ ഈ അഭിമാന നിമിഷത്തിൽ അദ്ദേഹത്തിന് നമ്മുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.